ഹായ് നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സിമ്പിളായിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഇഫ്താറിനൊക്കെ നിങ്ങൾ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിലുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. കുറഞ്ഞ ചേരുവകളെ നമുക്കിതിന് ആവശ്യമുള്ളൂ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഇതിന് വേണ്ടി ഞാൻ ഒരു വലിയ സൈസുള്ള ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം, അപ്പോൾ നിങ്ങൾ ചെറുതൊക്കെ എടുക്കുകയാണെങ്കിൽ 2-3 എടുക്കാം. തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അത്യാവശ്യം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴുകിയെടുത്തതിന് ശേഷം പ്രഷർ കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 2-3 വിസിലടിച്ച് പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്നാൽ മതി. അതായത് നമുക്ക് ഉരുളക്കിഴങ്ങ് നല്ല രീതിയിൽ വെന്ത് കിട്ടണം, നല്ല സോഫ്റ്റായിട്ട് കിട്ടണം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാനൊന്ന് വേവിച്ചെടുത്ത് വെള്ളമൊക്കെ വാർന്ന് കളഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ളതാണ്. വെള്ളത്തിൻ്റെ നനവൊന്നും വേണ്ട. അപ്പോൾ ഇനി നമ്മളൊരു തവിയോ അല്ലെങ്കിൽ സ്പൂണൊക്കെ അല്ലെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല ചൂടുള്ളതുകൊണ്ട് ഞാനൊന്ന് തവി വെച്ചിട്ടാണ് ഉടച്ചെടുക്കുന്നത്. അടുത്തതായിട്ട് നല്ല രീതിയിൽ ഉടച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു പലഹാരത്തിന് ആവശ്യത്തിനുള്ളത്ര ഉപ്പ് ചേർക്കുക. ഇത് കറക്റ്റ് അളവൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിനനുസരിച്ച് ഉപയോഗിക്കാം. എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ കോൺഫ്ലോറാണ് വേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് കോൺഫ്ലോർ ഒത്തിരി അളവ് കൂടി പോകരുത്. അതായത് ഉരുളക്കിഴങ്ങ് ഒന്ന് കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള, ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ എടുത്ത് കോൺഫ്ലോർ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. എത്ര ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിനനുസരിച്ച് ചേർക്കുക. ഒരിക്കലും കോൺഫ്ലോറിൻ്റെ അളവ് മുന്നിട്ട് നിൽക്കരുത്. ഇനി ഇത് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചിട്ട് നല്ല സോഫ്റ്റായി വരുന്ന ഒരു മാവായിട്ട്, നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുമല്ലോ ആ ഒരു രീതിയിൽ ഈ മാവൊന്ന് റെഡിയാക്കി എടുക്കണം. ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കിയിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഇനി ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഉരുളകളാക്കി എടുത്തതിന് ശേഷം നല്ല ചൂടുള്ള തിളച്ച എണ്ണയിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. കുറഞ്ഞ സെക്കൻഡിൽ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗം പുറമേയുള്ള ആ ഒരു ഭാഗം നല്ലോണം മൊരിഞ്ഞ്, ഉൾഭാഗം എപ്പോഴും നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. പുറമേയുള്ള ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് പെട്ടെന്ന് ഇത് റെഡിയായി കിട്ടും. കാരണം ഉരുളക്കിഴങ്ങ് ഓൾറെഡി വെന്തിട്ടുള്ളതാണ്. അപ്പം ഞാനിന്ന് നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ ഒന്നുകിൽ ഞാൻ സാധാരണ ഓയിൽ ഫ്രൈ ഒഴിവാക്കിയിട്ട് സ്റ്റീം ചെയ്തിട്ടോ അല്ലെങ്കിൽ ബേക്ക് ചെയ്തിട്ടൊക്കെയാണ് കാണിക്കാറ്. ഇന്ന് നമ്മളിതൊന്ന് ബേക്ക് ചെയ്തിട്ട് കാണിക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓയിൽ ഫ്രൈ ചെയ്യുന്നത് പോലെ ഇത് കളർ ചേഞ്ച് ആയിട്ടൊന്നും വരില്ല, പക്ഷേ സംഭവം രണ്ടിൻ്റെയും ടേസ്റ്റ് ഒരേപോലെ തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഓയിൽ ഫ്രൈ ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ കുറഞ്ഞ സമയത്തിൽ ഇത് റെഡിയായി കിട്ടും. ഒരു 2 മിനിറ്റിൽ തന്നെ നമുക്ക് മൊത്തം സ്നാക്കും ശരിക്കും ഫ്രൈ ചെയ്തെടുക്കാം, വലിയ കടായിലൊക്കെ ചെയ്യുകയാണെങ്കിൽ. ഇനി അതല്ല, നിങ്ങൾക്ക് ഓയിൽ ഇതുപോലെ താല്പര്യം ഒട്ടും ഇല്ല എന്നാണെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ബേക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ബേക്ക് ചെയ്യുന്നതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 230 ഡിഗ്രി സെൽഷ്യസിലാണ് ഓവൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 കോയിലും ചൂടാകുന്ന രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഒരു മിഡിലിൽ വരുന്ന ആ ഒരു പോർഷനിലോട്ടേക്കാണ് ഞാൻ ആദ്യം വെച്ച് കൊടുക്കുന്നത്. ഒരു 5-6 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ ഇത് നല്ലതുപോലെ കുക്കായിട്ടുണ്ടാവും. പുറം ഭാഗമൊക്കെ ഒന്ന് കുറച്ച് ഹാർഡായി വന്നിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ട്രേ പുറത്തൊന്ന് എടുത്തിട്ട് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ പാലോ തേച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് ആ ഒരു ബട്ടർ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഗാർലിക് ഫ്ലേവറുള്ള നമ്മുടെ അമൂലിൻ്റെ ബട്ടറാണ് ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു 6-7 മിനിറ്റിനുള്ളിൽ ഇത് നല്ല രീതിയിൽ ബേക്കായി കിട്ടും. കളർ ചേഞ്ച് ഉണ്ടാവില്ല നമ്മൾ ഓയിൽ ഫ്രൈ ചെയ്യുന്നത് പോലെ, പക്ഷേ ടേസ്റ്റ് അടിപൊളിയാണ്. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാകും. ഇതിന് സോസിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാനാണെങ്കിൽ പൊളിയാണ് കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ലൊരു വെറൈറ്റി കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.